Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ലോക്ക്ഡൗൺ കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, പുറത്തൊന്നും ഇറങ്ങാതെ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബറാത്ത് നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. കുറച്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഉമ്മ നല്ല പത്തിരി പരത്തലാണ്. അന്നത്തെ ദിവസം പത്തിരി തന്നെയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കാണും. അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇവിടെ ഉമ്മയെ സഹായിക്കുന്നത് അനിയത്തിയാണ്. എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഈ പണിയായിരുന്നു എനിക്ക് സ്നാക്സ് ഉണ്ടാക്കുക. അതിൻ്റെ ഫുൾ വീഡിയോ ഇതിലില്ല. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇടുന്നതാണ്. ഈ റെസിപ്പിയുടെ ഒരു പേര് ഓനിയൻ റിങ്സ് എന്നാണ്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയിലും വളരെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. പെട്ടെന്ന് കാലിയാവും ചെയ്യും. നോമ്പായതുകൊണ്ട് തന്നെ ആരും എടുത്തേക്കൊന്നും വന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല, അവർ കഴിക്കില്ലൊക്കെ ഒപ്പായിരിക്കും. ഫോട്ടോ എടുക്കാൻ കുറച്ചേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളി ബജിയുടെ ടേസ്റ്റാണ്. അത്രയ്ക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കായിരുന്നു ഇത്. വളരെ ഇഷ്ടമായി എല്ലാവർക്കും. നിങ്ങൾക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ മറ്റൊരു റെസിപ്പി ഉണ്ടാക്കിയായിരുന്നു. സോയ റോൾസ് ആണ്. ഇതാണ് സോയ റോൾസ്. നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇന്ന് അതിലേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇതും. കട്ട്ലൈറ്റിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ചിലപ്പോൾ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതും വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാം റെഡിയാക്കിയപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായി. ബാങ്ക് കൊടുത്ത് നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ ഒക്കെ റെഡിയാക്കിയിരുന്നു. പത്തിരിയും ചെറുപയർ കറിയുമായിരുന്നു. ലോക്ക്ഡൗൺ കാരണം കുറച്ച് വിഭവങ്ങളെ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. COVID-19 കാരണം എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിരിക്കുക. എല്ലാവരും നോമ്പെടുക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിരുന്നു. ഒരു വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ എടുത്തത്. ഇപ്പം എല്ലാവരും വന്ന് നോമ്പ് തുറക്കേണ്ട സമയമായി. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.